പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ടൊരു വിശേഷം പങ്കുവെക്കാൻ കൂടിയാണ്. അതായത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ ചെറിയൊരു ഗാർഡൻ പോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് ജസ്റ്റ് കിളച്ചിട്ട് അതിൽ കുറച്ച് ഇവിടെ നല്ല വെയിലുള്ള ഒരു സ്ഥലമാണ്, നല്ല മുറ്റത്ത് നല്ല വെയിലുള്ളതാണ്. അപ്പം നമുക്ക് ആ വെയിലത്ത് നടാൻ പറ്റിയ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റത്ത് ഒത്തിരി സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും നടാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പുല്ല് വെക്കാനാണെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ പുല്ലിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഭംഗി തോന്നിയൊരു പ്ലാന്റ്, അതായത് നമ്മുടെ വെയിലത്തും നമുക്ക് സർവൈവ് ചെയ്ത് നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് യെല്ലോ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും അറിയായിരിക്കും. മഞ്ഞ കുഞ്ഞു പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം മുറ്റം എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള കട്ടിയുള്ള മണ്ണുള്ള മുറ്റമായിരുന്നു. അപ്പം നമ്മൾ കിളച്ച് ഏകദേശം കുറച്ചൊരു ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് താഴേക്കുള്ള ചെറിയൊരു റോഡാണ്, അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു സ്പേസേ ഉള്ളൂ കേട്ടോ. ഒരു കുറച്ച് സ്പേസിൽ നമുക്ക് ഒരു പുല്ല് പോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇതെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നന്നായിട്ട് കിളച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് മണ്ണ്. പക്ഷേ നമുക്ക് ഈ ഒരു മണ്ണിൽ പിടിച്ച് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല, കാരണം നല്ല ഉറപ്പുള്ള കട്ടിയുള്ള മണ്ണാണ്. അപ്പോൾ അത് നന്നായിട്ട് കിളച്ചിതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, വളമായിട്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. അതായത് ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഇത് നമ്മുടെ ചെത്തിയുടെ ഒരു വെറൈറ്റി ചെടിയാണ്. പിന്നെ ഇത് മെലസ്റ്റോമ, അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ കുറച്ച് ചാണകപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമ്മുടെ കിളച്ച മണ്ണിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. വേറെ വളമൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ സ്പ്രിംഗ് യെല്ലോയ്ക്ക് വളരാൻ ഈ ഒരു വളം തന്നെ ധാരാളം മതിയാവും കേട്ടോ. മുറ്റത്ത് ഒത്തിരി സ്പേസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ ഇവിടെ ഒരു മൂലയ്ക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് വേണം ബാക്കി നമ്മുടെ ഗാർഡനൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് നല്ല രീതിയിൽ നിർത്താനായിട്ട് ഒരു ഐഡിയ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള കാടും മണ്ണും, അതായത് കരിയിലയും അതൊക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ പ്ലാന്റിൻ്റെ ചുറ്റും ഒന്ന് നന്നായിട്ട് വൃത്തിയായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ചുവട്ടിലെ മണ്ണൊക്കെ നല്ല കട്ട പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏത് പ്ലാന്റ് ആയാലും നമുക്കൊന്ന് മണ്ണൊക്കെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പ്ലാന്റിൻ്റെ ഗ്രോത്തിനൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് മണ്ണ് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ 3 കളർ വിരിയുന്ന പൂക്കളുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ അത്യാവശ്യം വളരെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരട്ട കൊണ്ടുള്ള വർക്ക് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ അടുത്ത് ചിരട്ട ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബോർഡർ പോലെ നമ്മുടെ പ്ലാന്റിൻ്റെ ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ പ്ലാന്റിന് വളരെ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് ചിരട്ട ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലുകളോ കട്ടയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാൻ എളുപ്പവും അഫോർഡബിളും ആയിട്ടുള്ളൊരു സാധനമാണ് ചിരട്ട എന്ന് പറഞ്ഞാൽ. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന സാധനമാണ്, അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന സാധനമാണ്. ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, കാണാൻ നല്ലതായിരിക്കും. ചിരട്ടയിലൊക്കെ പെയിൻ്റൊക്കെ ചെയ്തിട്ടൊക്കെ ഇതുപോലെ വെക്കാറുണ്ട് കേട്ടോ, അതും നല്ല ഭംഗിയാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് പെയിൻ്റൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഒന്ന് വെക്കുന്നേ ഉള്ളൂ. അപ്പം ഇത് ഒരു ലെയർ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് മണ്ണൊക്കെ വന്ന് മൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു 2 ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തട്ടുകൂടി നമുക്ക് ചിരട്ട വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുറച്ചൊരു ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ചെടിയിലെ കുറച്ചുകൂടി ഒരു സംരക്ഷണം കിട്ടുന്ന പോലെ തോന്നും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു ലെയർ ആകുമ്പം നമ്മൾ എന്തിനെങ്കിലും മണ്ണോ വളമോ ഒക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് അത് വന്ന് മൂടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ചിരട്ട പിന്നെ മൂടി മണ്ണിൻ്റെ അടിയിലൊക്കെ ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വെച്ച ചിരട്ടയുടെ മുകളിൽ കൂടെ ഒരു ലെയറും കൂടി നമുക്ക് ചിരട്ട വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്പ്രിംഗ് യെല്ലോ ഞാനിവിടെ കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒരു മെലസ്റ്റോമ കൂടി ഞാൻ നടുകയാണ്. നമ്മുടെ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിൽ, അതായത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ അതൊക്കെ ഈ ഒരു ഗാർഡനിൽ തന്നെയാണുള്ളത്. അപ്പം ആ പുല്ലിൻ്റെ ഇടയ്ക്കൊരു പ്ലാന്റും കൂടി ആയ രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മെലസ്റ്റോമ നട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പ്രിംഗ് യെല്ലോ നല്ല വെയിലത്ത് വളരുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നട്ട് കൊടുക്കുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഇതിനെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. നല്ല വെയിൽ കിട്ടിയാലേ നല്ല പൂക്കൾ ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ആപ്റ്റാണെന്ന് തോന്നി, അതുകൊണ്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കണ്ടോ, ഇത് സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ. നമ്മുടെ കോംബോയിൽ ഈ ഒരു പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റിന് പെട്രിയ എന്നൊരു പേര് കൂടി ഉണ്ട്, അതാണ് നമ്മൾ കോംബോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചാണകവും മണ്ണൊക്കെ നന്നായി മിക്സാക്കി കൊടുത്തൊരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു സ്പ്രിങ് എല്ലാം നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി കട്ടിങ്സ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പ്ലാന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വലിയ കാര്യമായിട്ട് നടുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. ഒത്തിരി വെയിലായിട്ട് വാടിപ്പോകുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നട്ടു കൊടുത്തിട്ടുണ്ട്. എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. വെയിൽ വന്ന് കരിഞ്ഞു പോവോ അതോ നല്ല രീതിയിലാവോ ഒന്നും അറിയില്ല. എന്താണെങ്കിലും അതിൻ്റെ അപ്ഡേഷൻ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ തരുന്നതാണ്. അപ്പം നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോയ്ക്ക് ഇതുപോലെ ബോർഡർ വെച്ചതുപോലെ നമ്മൾ കുറച്ച് ഈ പെട്രിക്കും അതുപോലെ മെലസ്റ്റോമയ്ക്കൊക്കെ നമ്മൾ ജസ്റ്റ് ചിരട്ട കൊണ്ടൊന്ന് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്, കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇപ്പം നമ്മുടെ പുല്ലും കൂടി ഒന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നമ്മൾ വൈകുന്നേരം സമയത്താണ് നട്ടിട്ടുള്ളത്. ഒത്തിരി വെയിൽ സമയത്ത് നട്ടിട്ടുണ്ടെങ്കിൽ വാടിപ്പോവും. അപ്പോൾ നട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മണ്ണിൽ നനവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നടാൻ ഉദ്ദേശിച്ച ഈ ഒരു പ്ലാന്റ് ആണ്, റിയോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ 3 കളർ വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഈ ഒരു പ്ലാന്റ് നമ്മൾ ബോർഡർ പോലെ ജസ്റ്റ് ഒന്ന് വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതും വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പൊട്ടി പൊട്ടി ഒത്തിരി തൈകൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ബോർഡർ പോലെ വെച്ച് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ചെടിയൊക്കെ നട്ട് സെറ്റായിട്ടുണ്ട്, ഏകദേശം ഒരു ലെവലായിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ ഭാവി കാര്യങ്ങൾ എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഇത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗാർഡനായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ വെയിലൊക്കെ വന്ന് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പണിയെടുത്തൊക്കെ നഷ്ടമാവും. ഇപ്പം എന്താവും അറിയില്ല. എന്താണെങ്കിലും നമ്മുടെ ചാനലിലൂടെ ഇതിൻ്റെയൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കണ്ടില്ല, നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ട് ഒരു എണീറ്റൊക്കെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അവസ്ഥ എന്താവുന്നൊന്നും അറിയില്ല. അപ്പം ഇപ്പം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ തരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.